നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് നേതാവ് എടയന്നൂർ ഷുഹൈബിനെ അതിക്രൂരമായി വെട്ടിനുറുക്കിയ ആ ദിവസം അത് ആരും മറക്കില്ല. ആ കൊലയാളി സംഘത്തിന് ഒടുവിൽ നിയമത്തിൻ്റെ വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചത്. കേസിലെ മുഖ്യപ്രതി ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള സകല പ്രതികളുടെയും ജാമ്യം റദ്ദാക്കി കോടതി വിധി പുറത്തു വന്നിരിക്കുകയാണ്. അതോടുകൂടി ഷുഹൈബ് വധക്കേസ് വീണ്ടും ചർച്ചാ കേന്ദ്രമാകുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതികൾക്ക് ഭരണകക്ഷിയുടെ പിൻബലത്തോടെ ലഭിച്ച സ്വീകാര്യതയും കേസ് അട്ടിമറിക്കാൻ മുൻ സർക്കാർ നടത്തിയ നീക്കങ്ങളും ഒടുവിൽ ജാമ്യം റദ്ദാക്കപ്പെട്ടതുവരെയുള്ള സംഭവ വികാസങ്ങളും കോൺഗ്രസ് നേതൃത്വവും സൈബർ വിങ്ങും വലിയ വിജയമായിട്ടാണ് ഉയർത്തിക്കാട്ടുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ ടീമൊക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ പേജുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ ആക്റ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കും. ഏതായാലും ഈ ഒരു വിഷയത്തിലും കടുത്ത വിമർശനം തന്നെയാണ് കോൺഗ്രസ് സൈബർ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നായ്ക്കൊപ്പം കുരച്ചവനും വേട്ടയാടാൻ പോയവനും ഇനി അഴിക്കുള്ളിലേക്ക്. ഷുഹൈബ് വധക്കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയപ്പോൾ ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കിയ കോടതി വിധിയെ ആവേശത്തോടെയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് സൈബർ ടീമും വരവേൽക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സൈബർ ടീമിൽ വന്നിട്ടുള്ള പോസ്റ്റാണ്. അതിൽ ആകാശ് തില്ലങ്കേരിക്കൊപ്പം ഒരു നായയുടെ ചിത്രം കൂടെ വെച്ചുകൊണ്ട് 2 നായ്ക്കളും കൂട്ടിൽ അടയ്ക്കപ്പെട്ടു എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ. താഴെ നൽകിയിട്ടുള്ള കുറിപ്പിങ്ങനെയാണ്: നായ്ക്കൊപ്പം കുരച്ചോണ്ടിരുന്നവൻ്റെയും അവൻ്റെ കൂടെ ഷുഹൈബിനെ വേട്ടയാടാൻ പോയ തില്ലങ്കേരിയിലെ സകല എണ്ണത്തിൻ്റെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. വിടാതെ വിടില്ല ഒരു കണക്കും. ഒരാളെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തി ഒരാൾ ഹീറോ ആകുന്നത് അത്ഭുതത്തോടെ നോക്കി നിന്ന ഒന്നാണ്. ഷുഹൈബിനെ കൊന്ന ശേഷം ആകാശ് തില്ലങ്കേരി എന്ന DYFI പ്രവർത്തകരെ സമൂഹമാധ്യമങ്ങളിലെ CPM പ്രവർത്തകർക്കിടയിൽ ഉണ്ടായ സ്വീകാര്യത ഞെട്ടിക്കുന്നതാണ്. സമാനതകളില്ലാത്ത വലിയ തോൽവിയിലേക്ക് CPMനെ നയിച്ചത് ഇതുപോലെയുള്ള ക്രിമിനൽ ഗ്യാങ്ങുകൾ പാർട്ടിക്കാരുടെ ഹീറോകളാകാൻ തുടങ്ങിയതോടെയാണ്. എന്തുകൊണ്ട് തോറ്റു എന്ന് താത്വികമായി ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഫേസ്ബുക്ക് ബുദ്ധിജീവികൾ ഈ വക പ്രവണതകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു. ഇനി കാലം തിരികെ കറങ്ങട്ടെ. ഈ കേസിന്റെ വിചാരണ നീട്ടാൻ പിണറായി സർക്കാർ ചിലവാക്കിയ പൊതുപണം 86 ലക്ഷം രൂപയാണ് എന്നതുകൂടി ഈ സമയത്ത് ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. നായ്ക്കൊപ്പം കുരച്ചോണ്ടിരുന്നവൻ്റെയും അവൻ്റെ കൂടെ ഷുഹൈബിനെ വേട്ടയാടാൻ പോയ തില്ലങ്കേരിയിലെയും സകല എണ്ണത്തിൻ്റെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. വിടാതെ വിടില്ല ഒരു കണക്കുമെന്നാണ് മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. ഒരാളെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ ശേഷം സോഷ്യൽ മീഡിയയിൽ കൊലയാളികൾ ഹീറോ പരിവേഷം നേടുന്നത് മലയാളി സമൂഹം അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. കൊലപാതകത്തിന് ശേഷം 1-ാം പ്രതി ആകാശ് തില്ലങ്കേരിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം CPM പ്രവർത്തകർക്കിടയിൽ ലഭിച്ച സ്വീകാര്യത ഞെട്ടിക്കുന്നതായിരുന്നു. ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ പാർട്ടിക്കുള്ളിൽ ഹീറോ ചമയാൻ തുടങ്ങിയതാണ് CPMനെ സമാനതകളില്ലാത്ത വലിയ തോൽവികളിലേക്ക് നയിച്ചതെന്ന് കോൺഗ്രസ് സൈബർ ടീം കുറ്റപ്പെടുത്തുന്നു. എന്തുകൊണ്ട് തോറ്റു എന്ന ഫേസ്ബുക്കിൽ താത്വിക അവലോകനം നടത്തുന്ന പാർട്ടി ബുദ്ധിജീവികൾ ഇത്തരം പ്രവണതകൾക്ക് നേരെ കണ്ണടക്കുകയാണെന്നും തുടങ്ങി രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നത്. തുടക്കത്തിൽ പാർട്ടിയുടെ തണലിൽ ജാമ്യത്തിലിറങ്ങി ആർഭാട ജീവിതം നയിച്ച ആകാശ് തില്ലങ്കേരിയെയും കൂട്ടരും പിൽക്കാലത്ത് പ്രാദേശിക പാർട്ടി നേതൃത്വവുമായി തെറ്റിയതോടെയാണ് കഥ മാറിയത്. കൊല്ലാൻ തീരുമാനിച്ചാൽ പിന്നെ ഉമ്മ വെച്ച് വിടണമായിരുന്നു എന്ന് ചോദിച്ച് കൊലപാതകത്തെ പരസ്യമായി ന്യായീകരിച്ച ജിജോ തില്ലങ്കേരിയെ പോലെയുള്ള സുഹൃത്തുക്കൾ പ്രതികൾക്കുണ്ടായിരുന്നു. എന്നാൽ പാർട്ടിയുടെ സംരക്ഷണം കുറഞ്ഞതോടെ ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ CPMനെ വലിയ പ്രതിരോധത്തിലാക്കി. തങ്ങൾ പാർട്ടിക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നും കൊലപാതകത്തിന് ആഹ്വാനം ചെയ്തവർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടിയപ്പോൾ നടപ്പാക്കിയ തങ്ങൾക്ക് പട്ടിണിയും പടിയടച്ച് പിണ്ടം വയ്ക്കലുമാണ് പ്രതിഫലമെന്നായിരുന്നു ആകാശിന്റെ പരസ്യമായ തുറന്നു പറച്ചിൽ. ഇതൊക്കെ തന്നെ അന്ന് വലിയ വിവാദമായിരുന്നു. ഡമ്മി പ്രതികളെ നൽകി കേസ് ഒതുക്കാമെന്ന് പാർട്ടി ഉറപ്പ് നൽകിയിരുന്നതായും പ്രതികൾ വെളിപ്പെടുത്തിയിരുന്നു. ഈ പരസ്യ വെല്ലുവിളികളും ക്രിമിനൽ പശ്ചാത്തലവും തന്നെയാണ് ഇപ്പോൾ പ്രതികളുടെ ജാമ്യം റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. 2018 ഫെബ്രുവരി 12 രാത്രി 10:50 കേരളത്തെ നടുക്കിയ ആ ക്രൂരത അരങ്ങേറിയത്. മട്ടന്നൂർ തെരുവിലെ തട്ടുകടയിൽ സുഹൃത്തുക്കളായ ഫർസീൻ, റിയാസ്, നൌഷാദ് എന്നിവർക്കൊപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എടയന്നൂർ സ്വദേശി SP ഷുഹൈബ്. ഒരു കാർ പതിയെ കൊണ്ട് ചവിട്ടി നിർത്തിയപ്പോഴേ ഷുഹൈബ് അപകടം മണത്തു. ജീവന് ഭീഷണി ഉണ്ടായിരുന്നത് കൊണ്ടാവണം കൊട്ടേഷൻ ടീമാണോ എന്ന് ഷുഹൈബ് പതിയെ സുഹൃത്തുക്കളോട് ചോദിച്ചു. പെട്ടെന്ന് 4 രജിസ്ട്രേഷൻ കാറിലെത്തിയ അക്രമി സംഘം ബോംബെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. തുടർന്ന് വാളുകളുമായി ഷുഹൈബിനെ വളഞ്ഞു.
നിലത്തിരുന്ന് ഇറച്ചി വെട്ടുന്നത് പോലെയാണ് അക്രമികൾ ഷുഹൈബിനെ വെട്ടി പരിക്കേൽപ്പിച്ചതെന്ന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടുപേർ ചേർന്ന് നിരവധി തവണയാണ് കാലുകളിൽ വെട്ടിയത്. ഒരാൾ ഇരുന്നും രണ്ടാമൻ കുനിഞ്ഞു നിന്നും വെട്ടുകയായിരുന്നു. ബെഞ്ച് കൊണ്ട് തടയാൻ ശ്രമിച്ചതിനാലാണ് അരയ്ക്ക് മുകളിലേക്ക് വെട്ടേൽക്കാതിരുന്നത്. തടയാൻ ചെന്ന സുഹൃത്ത് നൌഷാദിനും വെട്ടേറ്റു. നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും വീണ്ടും ബോംബെറിഞ്ഞ് ഭീതി പരത്തി സംഘം മട്ടന്നൂർ ഭാഗത്തേക്ക് കടന്നു കളയുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ചോര വാർന്ന് ഷുഹൈബ് മരണത്തിന് കീഴടങ്ങി. ചോരയും പോരാട്ടവും നിറഞ്ഞ ഷുഹൈബ് വധക്കേസിന്റെ നാൾവഴികൾ. 2018 ഫെബ്രുവരി 12 മട്ടന്നൂരിലെ തട്ടുകടയിൽ വെച്ച് SP ഷുഹൈബ് വെട്ടേറ്റ് കൊല്ലപ്പെടുന്നു. സുഹൃത്തുക്കൾക്കും പരിക്ക്. ഫെബ്രുവരി 13 എടയന്നൂർ സ്കൂളിലെ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ. ഫെബ്രുവരി 14 ഷുഹൈബിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി CPM മുമ്പ് നടത്തിയ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പ്രതികളെ പിടിക്കാൻ കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയുടെ ഉപവാസം. പ്രത്യേക പോലീസ് അന്വേഷണ സംഘം രൂപീകരിച്ചു. ഫെബ്രുവരി 17 കേസ് CBI അന്വേഷിക്കണമെന്ന് ഷുഹൈബിന്റെ പിതാവ് മുഹമ്മദ് K സുധാകരൻ നിരാഹാര സമരത്തിലേക്ക്. ഫെബ്രുവരി 18 മുഖ്യപ്രതികളായ ആകാശ് തില്ലങ്കേരി, റിജിൻ രാജ് എന്നിവർ പോലീസിൽ കീഴടങ്ങുന്നു. പ്രതികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും P ജയരാജനുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പ്രതിരോധത്തിലായി പാർട്ടി. കൊന്നത് CPMകാർ തന്നെയെന്ന് DGP രാജേഷ് ദിവാൻ സ്ഥിരീകരിച്ചു. ഫെബ്രുവരി 19 K സുധാകരന്റെ അനിശ്ചിതകാല നിരാഹാര സമരം കണ്ണൂരിൽ ആരംഭിച്ചു. കൊലയാളി സംഘം സഞ്ചരിച്ച വാഗ്നർ കാർ പോലീസ് കണ്ടെത്തി. ഫെബ്രുവരി 22 കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഷുഹൈബിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നു. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 5 ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ ഉൾപ്പെടെ അസ്കർ, അൻവർ, അഖിൽ, ജിതിൻ, രജത്, സഞ്ജയ്, സംഗീത്, ദീപ് ചന്ദ്, ബിജു എന്നിങ്ങനെ കൊലപാതകത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത 11 CPM പ്രവർത്തകർ അറസ്റ്റിലായി. കൊലയ്ക്കുപയോഗിച്ച വാളുകളും മഴുവും കണ്ടെടുത്തു. ഫെബ്രുവരി 26 CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കുന്നു. പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചു. ഫെബ്രുവരി 27 പിതാവിന്റെ ഹർജി പരിഗണിക്കവേ പോലീസിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഒരു മനുഷ്യനെ ചെയ്തത് കണ്ടില്ലേ എന്ന് കോടതി ചോദ്യം ചെയ്യുന്നു. 9ാം ദിവസം K സുധാകരൻ സമരം അവസാനിപ്പിച്ചു. 2018 മാർച്ച് 7 പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന കുടുംബത്തിന്റെ വാദം അംഗീകരിച്ചു. ഷുഹൈബ് വധക്കേസ് CBIക്ക് വിട്ടുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. തുടർന്ന് ഈ CBI അന്വേഷണ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ വരെ പോയി കോടിക്കണക്കിന് രൂപയുടെ പൊതുപണം ചിലവഴിച്ചാണ് സർക്കാർ സ്റ്റേ വാങ്ങിയതും വിചാരണ വൈകിപ്പിച്ചതും. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് വീണ്ടും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പ്രതികളുടെ സകല ജാമ്യവും റദ്ദാക്കപ്പെട്ടതോടെ ഷുഹൈബിന്റെ കുടുംബത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ഇത് നിയമ പോരാട്ടത്തിലെ വലിയൊരു വിജയമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏത് പ്രസ്ഥാനമായിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മറ്റേത് പ്രസ്ഥാനമായിരിക്കോട്ടെ, ഇത്തരത്തിൽ കൊന്നും കൊല വിളിച്ചുമുള്ള അക്രമ രാഷ്ട്രീയം അത് ഒരിക്കലും പാടില്ലാത്തതാണ്. ജനങ്ങളടക്കം അതിനെതിരാണ്. തീർച്ചയായിട്ടും ആശയപരമായിട്ടുള്ള പല വെല്ലുവിളികളും നടത്തുന്നുണ്ട്, സഭ്യമായിട്ടുള്ള രീതിയിലുള്ള പല വെല്ലുവിളികളും നടക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് ഇത്തരത്തിൽ കൊന്നും കൊല വിളിച്ചുമുള്ള അക്രമ രാഷ്ട്രീയങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.